അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പ്രൈവസി പ്രശ്നമുണ്ട് ശരി. ഏ അവാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ സൗണ്ട് പറഞ്ഞാൽ മതിക്കില്ലേ, ഞാൻ കഷ്ടപ്പെടണല്ലേ. ഈ സൗണ്ട് പറഞ്ഞാൽ പോരെ അല്ലേ. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നിന്നെ നോക്കി പറയുന്നേക്കില്ല അല്ലേ, നിന്നെ നോക്കി പറയുന്നതാണോ അല്ലാതെ ക്യാമറ നോക്കിയാൽ. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാറില്ലേ അസംബ്ലിയിലൊക്കെ യുവ തലമുറയാണ് ഇന്ത്യയുടെ ഭാവി, ലോകത്തിൻ്റെ ഭാവി. ഞാൻ അങ്ങനെ എടുക്കാൻ ആലോചിക്കും, നമ്മൾ ആ ഒരു സമയം അയക്കണമല്ലോ, നമ്മൾ യുവതലമുറ ആ ഒരു പ്രായമൊക്കെ ആയി, അല്ലാതെ പ്രായമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് എന്താ പറയുക, സമത്വ സുന്ദരമായ ഹരിത ഭൂമിക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈവൻ ദോ ഞാനൊരു നോൺ പ്രോഫിറ്റ് പരിപാടി ടിങ്കറബ് ഫുൾ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്കത് ആ ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ, ഇതാണോ എനിക്ക് ജീവിക്കേണ്ടിയിരുന്ന ലോകം, അല്ലെങ്കിൽ എനിക്ക് ആ ജീവിക്കേണ്ട ലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എന്നെ എപ്പോഴും ഇങ്ങനെ ബോധറിയുന്ന സംഭവമാണ്. പലപ്പോഴും ആൾക്കാർക്ക് അറിയുന്ന ഉത്തരങ്ങൾ ഭയങ്കര വലിയ ഉത്തരങ്ങളായിരിക്കും. നമ്മൾ ഒരു ദിവസം പോയിട്ട് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ എല്ലാ റോഡും ഒരു ദിവസം ക്ലിയർ ആക്കുന്നു. ചേഞ്ച് ഡസൻ വർക്ക് ദാറ്റ് വേ. അതായത് കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകൾ ഓവർ എ ലോങ് ടൈം പീരീഡിലാണ് ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, കൾച്ചറലി ഞാൻ കൊച്ചിയിലപ്പോൾ താമസിക്കുന്നത്, കൾച്ചറലി എനിക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാനുള്ള എന്താണ് കൊച്ചിയിലുള്ളത്. ഞാൻ ഇതുവരെ പോകാത്തൊരു പ്രോഗ്രാമുണ്ട് കൊച്ചിയിൽ. എല്ലാ ശനിയാഴ്ചകളിലും പനമ്പള്ളി നഗറിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ എവിടെയെങ്കിലും ഭാഗത്ത് ഒരു ബഞ്ച് ഓഫ് സ്ട്രേഞ്ചേഴ്സ് വന്നിരുന്നിട്ട് പുസ്തകം വായിക്കും. കൊച്ചി റീഡ്സ് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ സിറ്റീസിലും അതുപോലത്തെ സാധനങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും അതിന് പോയിട്ടില്ല. ഞാൻ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അത് ഇങ്ങനെ സ്കിപ്പായിപ്പോയി. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, പക്ഷെ ആ കൂടി ബന്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൊതു സ്ഥലത്ത് വന്നിരിക്കുന്നു, നമ്മൾ പുസ്തകം വായിക്കുന്നു. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ്. മേ ബി കൊച്ചിയിൽ നിൽക്കുന്നതിൻ്റെ എനിക്ക് കൾച്ചർ ലുക്ക് ഫോർവേഡ് ചെയ്യാനുള്ള വലിയൊരു സംഭവം അതാണ്. അതായത് ഈ നാട്ടിൽ പുസ്തകം വായിക്കാൻ പൊതുസ്ഥലങ്ങളുണ്ട്, ആ പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് വായിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളതായിരിക്കും എനിക്ക് ഭയങ്കര പ്രചോദനമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രാക്ടിക്കലി എന്നെ അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാന്നുള്ള ഒരു പൊതു സ്ഥലത്ത്, മേ ബി നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വരാൻ നമ്മളെ 10 ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പം ഇഷ്ടംപോലെ ബീച്ച് ക്ലീനപ്പ് അങ്ങനത്തെ പല കൈൻഡ് ഓഫ് സാധനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പറയാണ്, നമ്മൾ 10 ഫ്രണ്ട്സ്, നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്ന പാട്ടുകൾ നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി പാടാൻ ചിൽ. അപ്പം അതൊരു കട്ടായിരിക്കും, പക്ഷേ കുഴപ്പമില്ല. വേറെ സാധനം എനിക്കിങ്ങനെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സോഷ്യൽ ചേഞ്ച് പോലത്തെ ഒരു സംഭവം പറയുമ്പം നമ്മുടെ ഒക്കെ തല പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹ്യൂജ് സംഭവങ്ങളായിരിക്കും. പക്ഷെ പലപ്പോഴും ഒരു കുഞ്ഞ് ആക്റ്റായിരിക്കും നമുക്ക് വേണ്ടി വരിക. ഇപ്പോൾ ഈ കൊച്ചി റീഡ്സ് ഓർഗനൈസ് ചെയ്യാൻ മേ ബി അവർ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ മേ ബി അത്ര എഫേർട്ടിൻ്റെ ആവശ്യം കാണില്ലായിരിക്കും. ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം കാണില്ലായിരിക്കും. എന്നോട് എന്താണ് ചേഞ്ച്, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എൻ്റെ ഉത്തരം ചിലപ്പം, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് സൊസൈറ്റി ദാറ്റ് ഐ വാണ്ട് ടു ലിവ്. എനിക്ക് എന്ത് തരം സമൂഹത്തിലാണ് ജീവിക്കാൻ, താമസിക്കാൻ ആഗ്രഹം. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് പബ്ലിക് സ്പേസസ്. എനിക്ക് പൊതു ഇടങ്ങൾ, എല്ലാവർക്കും കൂടിയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാർക്കുകൾ, ഗ്രൗണ്ടുകൾ, നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അത് എല്ലാവർക്കും കൂടിയുള്ള സ്ഥലമാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര ഈസിലി ഒരു മാപ്പിലോ ഒരു ചെറിയ എയർ ടേബിൾ ഫോമിലോ കൊച്ചിയിൽ അതുപോലെ ഇരിക്കാൻ പറ്റുന്ന, നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇൻട്രസ്റ്റിംഗ് ഐഡിയകൾ, അതായത് നമുക്ക് മേ ബി ഒരു വീക്കെൻഡ് മാത്രം ചിലവുള്ള, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ നോ ബ്രെയിനർ എന്ന് ആ ഐഡിയ കണ്ടാൽ നമുക്ക് തോന്നിയിട്ടാൽ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പലപ്പോഴും നടക്കുന്നില്ല. പലപ്പോഴും നമുക്കത് എനിക്കെന്ന് വെച്ചാൽ അത്ര രസമുള്ള തരം ഐഡിയകൾ ഇത് ഇപ്പം ഞാൻ വേറൊരു സാധനം കണ്ടതിൽ എനിക്ക് ഭയങ്കര തേർഡ് സ്പേസിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും കുറേ സംസാരിക്കുന്നുണ്ടാവും. വീടും സ്കൂളും അല്ലെങ്കിൽ വീടും വർക്കും അല്ലാത്തൊരു സ്ഥലം, ഒരു പൊതു ഇടം നമുക്കെല്ലാവർക്കും വരാൻ പറ്റുന്നത്.
ഇപ്പം ഒരു പുള്ളിക്കാരിയുടെ സ്റ്റോറി കേട്ടിട്ടുണ്ടായി ബാംഗ്ലൂർ. പുള്ളിക്കാരിയുടെ വീട് പുള്ളിക്കാരിയുടെ തേർഡ് സ്പേസ് ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഇപ്പോഴേക്കത് കുറേ ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഫോം പോലെ ഉണ്ട്. പക്ഷെ ബേസിക്കലി ഫ്രീ ആണ്. നിങ്ങൾ പുള്ളിക്കാരി വീട്ടിൽ പോകാം, വീട് തുറന്നിട്ടുണ്ടാവും, പുള്ളിക്കാരി അവിടെ തന്നെ താമസിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ അവിടെ ഇരുന്ന് വായിക്കാം, എഴുതാം, നിങ്ങൾക്ക് വേണേൽ അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങാം, നിങ്ങൾക്ക് അവിടെ നിന്നൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഐ ലവ് ദാറ്റ്. അപ്പം പക്ഷേ എല്ലാവർക്കും വീട് എങ്ങനെ തുറന്ന് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇതുപോലത്തെ റാൻഡം ഗ്രേറ്റ് ഐഡിയാസ് ആൻഡ് ഐ തിങ്ക് ഇവിടെ കൊച്ചി അറൗണ്ട് കൊച്ചി സ്പോട്ട് ലൈറ്റ്സ് അങ്ങനെ നമ്പർ ഓഫ് കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട് ഇതുപോലത്തെ പല ഇൻട്രസ്റ്റ് ഉള്ള കൈൻഡ് ഓഫ് സംഭവങ്ങളായിട്ട്. അപ്പം അതോടെ കൾച്ചറൽ ഹെറിറ്റേജ് വാക്ക് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു സൈഡ് പ്രോജക്റ്റ് ഉണ്ട്. എനിക്കിങ്ങനെ ഫ്രഷ് ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ കുറച്ച് കോക്കി ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് കിട്ടുമ്പോൾ തോട്ട്സോ വരുമ്പം ഇപ്പം ഇതുണ്ട്. ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പനമ്പള്ളി താമസിക്കുന്നുണ്ട്. അപ്പം ഒരു ടെക്സ്റ്റ് തന്നെ അങ്ങനെ പനമ്പള്ളിയിലെ പണച്ചാക്കുകൾ. ഞാൻ വിചാരിക്കായിരുന്നു ഒരു ബുക്ക് കവർ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ എൻ്റെ റാൻഡം ഫ്രഷ് ഐഡിയകൾ വരുമ്പോൾ അതൊരു ബുക്കാണെങ്കിൽ എങ്ങനെ ഇരിക്കുള്ള ബുക്ക് കവർ ഉണ്ടാക്കും. ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ആൾക്കാർ ഇങ്ങനെ ഇതുപോലത്തെ ഫ്രഷ് ഐഡിയ ചുമ്മാ റാൻഡം ബുക്ക് കവർ മാത്രം ഉണ്ടാകും. ബുക്കൊന്നും ഉണ്ടാവില്ല, ബുക്ക് കവർ മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതെനിക്കൊരു ഫണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഫണ്ട് കൊണ്ട് കുറേ ആൾക്കാർ കാണുമായിരിക്കും. അപ്പം നമുക്കും നാട്ടുകാർക്കും കൂടി ഗുണമുള്ള ഒരുപാട് എഫേർട്ടൊന്നും വേണ്ടാത്ത ഇതുപോലത്തെ ഭയങ്കര നൈസ് ധാരാളം ഐഡിയകൾ കാണുമായിരിക്കും. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് ആ ഐഡിയ എവിടെ വെച്ച് തുടങ്ങണം എന്നറിയില്ലായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. മേ ബി സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കാണാൻ ഉള്ളൊരു അവന്യൂ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഐ റിയലി ഫീൽ ദാറ്റ് എന്തിനാ നമ്മൾ ജീവിക്കുന്നതൊക്കെ തോന്നൂലേ പല പോയിന്റിൽ. എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി നമ്മുടെ സൗകര്യം കൂടുന്നതിനനുസരിച്ച് മില്ലേനിയൽസിന് ജെൻസി ആൾക്കാർക്കൊക്കെ ഈ എക്സ്റ്റൻഷണൽ പ്രശ്നം ഭയങ്കരമായിട്ട് തോന്നുമായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കാൻ മാത്രം ആം ഐ ഗുഡ് ഇനഫ്, അല്ല ഞാൻ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിട്ട് എന്താണ് ആ ഡിഫറൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് നമുക്ക് പല ഡേയ്സിലൊരു ഉത്തരം ഉണ്ടാവില്ല. മേ ബി ഡൂയിങ് സംതിങ് ഫോർ ഫൺ, ഡൂയിങ് സംതിങ് ക്രേസീസ്, ഡൂയിങ് സംതിങ് ടുഗദർ മൈറ്റ് ബി ദ ആൻസർ. അപ്പം ഐ വാസ് തിങ്കിങ് മേ ബി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സേവ്ഡ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ആൾക്കാർ. അപ്പോൾ കോഴിക്കോടുള്ള പിള്ളേർ ചെയ്തൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റ് പോലെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കെട്ടും, നമ്മൾ റാൻഡം വേറെ കണ്ണ് കെട്ടിയ മനുഷ്യൻ്റെ കൂടെ അടുത്തേക്ക് വിടും, എന്നിട്ട് നമ്മൾ രണ്ടാളും സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കണ്ണ് കെട്ട് അയക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ അയക്കില്ലുണ്ട്, നമ്മൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കണ്ടയക്കുന്നുണ്ടാവും. നമുക്കറിയില്ല നമ്മൾ ആരോടെ സംസാരിച്ചത്. പക്ഷേ നമ്മുടെ അടുത്ത് അത്ര ഹൃദയം തുറന്ന് ഭയങ്കര സ്നേഹത്തിൽ ഭയങ്കര റിയാലിറ്റീസ് ഓഫ് ലൈഫും എക്സ്പീരിയൻസും കൈൻഡ്നെസ്സൊക്കെ ഷെയർ ചെയ്ത ഒരാൾ ആൾക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കും. എങ്ങനെ പിന്നെ നമ്മൾ എമ്പതി വളർത്തേണ്ടത് ഇതുപോലെ അല്ലാതെ? നമുക്ക് അത്ര സ്നേഹം തോന്നിയ ഒരാൾക്ക് നമുക്ക് മുഖം അറിയില്ല, ഈ കൂട്ടത്തിൽ ആരും ആവാം. ഐ ഫെൽറ്റ് സോ നൈസ്. ഇങ്ങനത്തെ പല സാധനങ്ങൾ $1 million വേണ്ടാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വന്ന് ചെയ്യേണ്ടാത്ത കുഞ്ഞു നന്മകളോ കുഞ്ഞു ഗുഡ് എക്സ്പെരിമെൻസോ ആണ്. ആൻഡ് ഐ തിങ്ക് ഓൾ ഓഫ് us ഷുഡ് spend maybe 20% of time to do something meaningful to us. And ഞാൻ ഇത് പറയില്ലേ, അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവും. എനിക്കിങ്ങനെ തോന്നും, എന്ത് തരം ഫ്രഷ് ഐഡിയകൾ നമുക്കുണ്ടെങ്കിലും അതിലൊരു വൈബുള്ള ഒരു 100 ആൾക്കാർ, ഒരു 1000 ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഫ്രഷ് ഐഡിയകളും ആർ വാലിഡ്. അപ്പം മേ ബി ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളെ നാട്ടിൽ അറൗണ്ട് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേ ബി നടക്കാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ചുമ്മാ കണ്ടുപിടിക്കുക വെച്ചോ, അല്ലെങ്കിൽ റീലെടുക്കാൻ പറ്റുന്ന പൊതു സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചൊക്കെ വെച്ചോ. എന്നിട്ട് നമ്മളത് ചുമ്മാ നമുക്ക് ഇപ്പം ഒരു എയർടേബിൾ ഫോം ഉണ്ടാക്കാം, എന്തെങ്കിലും സ്ഥലങ്ങളായിട്ട്. ടെക് ഈസ് ലൈക്ക് വെരി മച്ച് ആക്സസിബിൾ. നമുക്ക് ചുമ്മാ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ഫൈൻഡ് ദാറ്റ് വെരി മച്ച് യൂസ്ഫുൾ. അപ്പം ഇങ്ങനത്തെ കുറേ കുഞ്ഞു ഐഡിയകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനത് കുറച്ചൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് I really wish maybe how I can work with maybe another 100, maybe 100,000 people to do something meaningful to themselves, to be true to themselves. And how do you find maybe another 10 people who cares, who enjoys, who find this joy, this similar joy? And I really wanted to share that കുഞ്ഞു stories of
ഇൻസ്പിറേഷൻസ് ലൈക്ക് ഇപ്പോൾ അടുത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്ലിക്കബിൾ അല്ല, പക്ഷേ എന്നാലും എനിക്കത് കുറച്ച് രസമായി തോന്നി. കാരണം യൂറോപ്പിൽ ചർച്ചിലൊന്നും പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ചർച്ചൊക്കെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ കൊണ്ടുപോയി സൈഡിൽ വെച്ചിട്ട് ചുമ്മാ എല്ലാവരും കൂടി ചർച്ചിൽ പോയിട്ട് മറ്റേ ഒക്യുപ്പൈ ചർച്ച് പോലത്തെ ഒരു വൈബായി. എന്നിട്ട് എന്താ എല്ലാവരും നിലത്ത് ഇരുന്ന് കുറേ ആൾക്കാർ ഇരുന്ന് വായിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ബോർഡ് ഗെയിം കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് സൊസൈറ്റി ദാറ്റ് ഐ വാണ്ട് ടു ലിവ് ഓൺ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഫുൾ ടൈം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് സൊസൈറ്റി ഉണ്ടാക്കുന്നതിനും ചിലപ്പോൾ ഒഴിവുണ്ടായിക്കൊള്ളമില്ല. പക്ഷേ മേ ബി കൊച്ചി റീഡ്സ് പോലത്തെ ഒരു കുഞ്ഞു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ മേ ബി ഗസൽ കേൾക്കാൻ താല്പര്യമുള്ള ഒരു 10 ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ വൺസിൻ്റെ മന്ത് എവിടെയെങ്കിലും ഗ്യാദർ ചെയ്യുമായിരിക്കും. ചിലപ്പം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ല് കാണുമായിരിക്കും. കൊച്ചിയിലെ സൈനേജ് എങ്ങനെ മാറ്റി ഡിസൈൻ ചെയ്യാന്നുള്ളത് നമുക്കൊരു ആ വൈബിളുള്ള ഒരു 5 ആൾക്കാരെ കൂടി കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാവുന്നതായിരിക്കും. അങ്ങനെ there are like large number of really tiny changes that we can bring, and that is going to make a better world for all of us. So ask yourself, what is the kind of world that you want to live on, and what makes you happy, and like how do you find people who are like us, and then let's do something meaningful. Yeah, it's going to be fun. Okay.